എന്നെ വിളിച്ച് ഇന്നലെ എന്റെ വീഡിയോ കണ്ടിട്ട് ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ അത്യാവശ്യം നല്ല എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ അവരുടെ ലൈഫിൽ ഫസ്റ്റ് വന്ന കുഞ്ഞാണത്. അതിന് ശേഷമാണ് റിതപ്പൻ വന്നേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് അവര് ഒരമ്മ. എല്ലാവർക്കും നമസ്കാരം. കുയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിരയുടെ കുളമ്പടി കേട്ടു. ആരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കി താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അതോടെ നിൽക്കട്ടെ. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നമസ്കാരം. സുഖമല്ല? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ആദ്യമായി കാണുന്നവരും എന്നെ ഇഷ്ടപ്പെടുന്നവരെ കൊണ്ട് ഇന്ന് ലൈക്ക് അടിക്കേ കാണട്ടെ. ഈ അതുലേട്ടൻ, അതുലേട്ട എന്നുള്ള കമന്റ് കാണുമ്പം എന്ത് സുഖം, എന്ത് സുഖം. ഇന്നലെ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ ആയിരുന്നു. സജിനെ ഒന്ന് കൊടഞ്ഞൊന്ന് വിടണമെന്ന്. ചെറുതായിട്ട് നമ്മൾ കുടഞ്ഞിട്ടുള്ളൂ. ഒരു കൺസിഡറേഷൻ കൊടുത്തു. കാരണം വേറെ ഒന്നുമല്ല, വിവരവും ബോധവും പൊക്കണോ ഇല്ലാത്തതിനൊക്കെ ചെറുതായിട്ടൊന്ന് കുടഞ്ഞു വിട്ടാൽ മതി. ഇനി അതുപോലെ തന്നെ വേറെ റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളതാണ് ശ്രീതു. ഇനി വേറെ കുറച്ച് പേര് കുറച്ച് അയച്ചെന്ന ക്ലിപ്പാണ് നമ്മുടെ ജാസിയുടെ ക്ലിപ്പ്. ഞാൻ കണ്ടപ്പോ ഇങ്ങനെയും ഒരു കുയിലിന്റെ മണിനാദം കേട്ടോ, കാട്ടിൽ കുതിരയുടെ കുളമ്പടി കേട്ടോ. ഈ ഒരു സെറ്റപ്പ് ആയിരുന്നു എനിക്ക് ജാസിയുടെ വീഡിയോ കണ്ടപ്പോ. എന്താടാ ഈ യൂണിവേഴ്സിലുള്ള ഒന്നിനും വിവരവും ബോധവും പൊക്കണോ ഇല്ലാത്തതെന്ന് ഞാൻ ആലോചിക്കുന്നു. കിച്ചുന് പൈസ കൊടുത്ത് തന്നെ ഈ ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ് എല്ലാം കൂടി. എനിക്കറിയില്ല ഇവരുടെ ഇന്റൻഷൻ എന്താണെന്ന്. അവന്റെ കുട്ടിക്കാലം മൊത്തം അവളുടെ കുടുംബം ചേർന്ന് രണാസുനെ അവളുടെ കുടുംബം ചേർന്ന് നശിപ്പിച്ച് നാറാണത്താക്കി അവനൊരു മെന്റൽ ട്രോമയിൽ കൊണ്ട് എത്തിച്ചിട്ട് പറയുകയാണ് ഇപ്പൊ അവന് കുറെ പൈസ കൊടുക്കുന്നുണ്ടെന്ന്. എന്ത് തേങ്ങയാടാ പറയുന്നത്? എന്ത് 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 മെന്റാലിറ്റിയാണോ ഇതൊക്കെ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ ജാസിക്കൊക്കെ എന്ത് യോഗ്യത ഇരിക്കുന്നു? സ്വന്തം വീട്ടുകാരെ പോലും മറ്റേ വലിച്ചു കയറി നാണം കെടുത്തിട്ട് ഒരു പെണ്ണിനെ അങ്ങാണ്ട് കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിന്റെ ജീവിതം തൊലച്ചിട്ട് കയറി ഇറങ്ങി വന്ന ടീമുകളാണ്. ഇതിനൊക്കെ എന്ത് ക്വാളിറ്റി ഇരിക്കണം മറ്റൊരു കുടുംബത്തിനെ പറ്റിയിട്ട് അഭിപ്രായം പറയാനായിട്ട്? സീരിയസ്ലി ഞാൻ ചോദിക്കുക, എന്തെങ്കിലും ക്വാളിറ്റി ജാസിക്കുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നോ ക്വാളിറ്റി, നോ EMI കോസ്റ്റ് എന്ന് പറയുന്ന പോലെ നോ ക്വാളിറ്റിയാണ് ഈ ജാസിക്കൊക്കെ ഉള്ളത്. വന്നിരുന്ന് അടിക്കുക കൊണ ഉളുപ്പ്. എവിടെ ഒരു പയലിനെയും തട്ടിയെടുത്ത് അവനെയും പിടിച്ച് കൂടാർത്തി അവന്റെ ജീവിതം തൊലപ്പിച്ച് നാറാണത്താക്കിയിട്ട് കുറെ എന്തായാലും മറ്റേ നമ്മുടെ സർക്കാർ പ്രകാരം ഇനി മണി അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിലോട്ടൊന്നും വരുന്നില്ല. അത് വിട് ജാസി, പോട്ടെ അല്ലയാ. നീ എന്ത് തേങ്ങ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നീ പറഞ്ഞ തേങ്ങ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഒന്നാമത് കിച്ചു എന്ന് പറയുന്നത് ചേച്ചി സ്വന്തം മോനല്ല. ഓക്കെ, കിച്ചു എന്ന് പറയുന്നത് ചേച്ചിയുടെ സ്വന്തം മോനല്ല, രണാസുനയുടെ സ്വന്തം മോനല്ല. ഒന്നാമതെന്ന് പറയുന്നത് കേട്ടോ. ബാക്കി മൂന്നാമത്തെ കല്യാണത്തിനുണ്ടായ കല്യാണമാണ് രേണു ചേച്ചിനെ. മൂന്നാമത്തെ കല്യാണത്തിൽ ഉണ്ടായ ആരുടെ? രേണു ചേച്ചിയുടെ. എന്താ ഒന്നുകൂടി പറ. കല്യാണത്തിന്റെ ആദ്യത്തെ മോനല്ലേ കിച്ചു. അതിന് രണ്ടാമത്തെ കല്യാണം, പിന്നെ മൂന്നാമത്തെ കല്യാണത്തിലാണ് രേണു ഉണ്ടാവുന്നത്. അപ്പൊ മൂന്നാമത്തെ കല്യാണത്തിൽ രേണു ഉണ്ടായടേ. രേണു അല്ല സുധിയുടെ മോള്. കിച്ചു ആദ്യത്തെ ഭാര്യയിലുണ്ടായ മോൻ, രണ്ടാമത് വീണ, മൂന്നാമത് രേണു. ഇങ്ങനെയാണ് പോകുന്നത്. അല്ലാതെ സുധിക്ക് ഉണ്ടായ മോളല്ല, അല്ലെങ്കിൽ മോനല്ല രേണു. എന്തുവാടേ? അയ്യേ, ഇതിനൊക്കെ ആരാടാ അവിടെ പിടിച്ചത്? ഈ വിവരം ബോധം പൊക്കണോ ഇല്ലാത്ത ഇതിന്റെ അടുത്തൊക്കെ ആരാ ചോദ്യം ചോദിക്കുന്നേ? അയ്യേ, ഒരു രേണു ഒരു മൂന്നരമ്മ ഒരു മോനെ എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത്, സ്നേഹിക്കുന്നത്, ആ രീതിയിൽ രേണു ചേച്ചി നന്നായിട്ട് ആ കുട്ടിയെ നോക്കുന്നത് എന്നാണ്. ഓക്കെ, വളരെയധികം നന്നായിട്ട് നോക്കുന്നുണ്ട്. അവന്റെ കുട്ടിക്കാലം മൊത്തം നശിപ്പിച്ച് നാറാണത്താക്കി പാക്കറ്റ് ചെയ്ത് കയ്യിൽ കൊടുത്തിട്ട് ഒരു മൂന്നാലമ്മ എങ്ങനെയാണ് ഒരു കുട്ടിയെ നോക്കുന്നത് അതുപോലെ അങ്ങ് നോക്കുകയാണെന്ന്. അടി കവാലം നോക്കി തരണം നിനക്കൊക്കെ. എന്റെ പൊന്നളി, നീ എന്തോന്നടേ പറയുന്നത്? എന്റെ അഭിപ്രായം, കാരണം ഞാനത് നിന്റെ അഭിപ്രായത്തിന് ഇവിടെ ഒരു വിലയും നിലയും. സീരിയസ്ലി ഞാൻ പറയാം, നിനക്കൊക്കെ അഭിപ്രായം പറയാനുള്ള യോഗ്യത ഉണ്ടാടേ. നീ എന്തോ ഗുണക്കേടാവുന്നിരുന്ന അഭിപ്രായം പറയുന്നത്? സ്വന്തം വീട്ടുകാരെ പോലും നാട്ടിച്ച് നാറാണത്താക്കി നടക്കുന്ന നീയൊക്കെ എന്ത് അഭിപ്രായം പറയാനാണ്? നിനക്കൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാ? കണ്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. 100 രൂപ 200 രൂപ ഒന്നല്ല, അത്യാവശ്യം നല്ല എമൗണ്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് വിഷയം. അതായത് രേണു ഒരുപാട് എമൗണ്ടുകൾ ഈ പറയുന്ന കിച്ചുവിന് വാരി ഇട്ട് കൊടുക്കുന്നു. അതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. ഇവരുടെയൊക്കെ ഒരു വിചാരമുണ്ട്, കുറെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം തീർന്ന് ഖതം. എന്തോന്നടേ, പൈസ മാത്രമാണോ ജീവിതം? അങ്ങനെയാണെങ്കിൽ കൊള്ളാലോ. എന്റെ വീട്ടുകാർ എനിക്ക് കുറെ പൈസ തന്നാൽ മതിയല്ലോ. എന്റെ അപ്പനും അമ്മയ്ക്ക് എന്റെ അടുത്തൊരു സ്നേഹം വേണ്ടല്ലോ. നമുക്ക് നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പറയാനും നമ്മളെ കാര്യങ്ങൾ നോക്കാനും നമ്മളെ സ്നേഹിക്കാനും ഒക്കെ നമ്മളെ പാരന്റ്സ് വേണ്ടേ? അല്ലാണ്ട് അവര് നമുക്ക് കുറെ പൈസ ഇട്ടെന്ന് എല്ലാം തീർന്ന എന്തോന്നടേ? അപ്പൊ എനിക്കത് പറയാം, കാരണം എനിക്ക് അതിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല.
നീ അല്ലെങ്കിൽ ഇനി ഇപ്പൊ പേടിച്ചാൽ പേടിച്ചില്ലെങ്കിൽ എന്ത് വന്നിട്ടും തള്ളി മറിച്ച് നിനക്ക് വായിക്ക് തോന്നി ഗോതയ്ക്ക് പാട്ട് പറയുമ്പോഴേ എനിക്കറിയാം നിന്നെ പിടിച്ച് ജാരി വരയ്ക്കേണ്ട സമയം കഴിഞ്ഞു ഉള്ള കാര്യം പറയാമല്ലോ. ഇങ്ങനെ വീട്ടുത്തരം വന്നിരുന്ന് വളമ്പാൻ നിന്നെയൊക്കെ പോയിട്ടേ പറ്റത്തുള്ളൂ. എന്റെ പൊന്നളിയ നീയെ വീട്ടുകാരെ വെറുപ്പിച്ച് വീട്ടുകാരെ നാറ്റിച്ച് നടക്കുന്ന ടീമുകളാണ്. ഒരു പെണ്ണിനെ ആദ്യം കിട്ടി അവളുടെ ജീവിതം സ്പോയിലാക്കി അവളെ രണ്ടാം കെട്ടുകാരിയാക്കി നീ അടുത്ത് വേറൊരുത്തന്റെ തട്ടിയെടുത്തോണ്ട് പോയി അവനെയും കൊണ്ടിട്ട് അടിമപ്പണി ചെയ്യിപ്പിച്ചോണ്ട് നടക്കുന്നത് നിനക്കൊക്കെ എന്ത് വോയിസാടാ പറയാനുള്ളതെന്നാണ് ഞാൻ ചോദിക്കത്തുള്ളൂ. വന്നിരിക്കുന്നത് കൊണയടിക്കാനായിട്ട് നിനക്കൊക്കെ കൊച്ചു കള്ളൻ. ഇനി വേറൊരുത്തന്നെ ഉണ്ടല്ലോ, ഒരുത്തനല്ല ഒരുത്തി, ലക്ഷ്മി തന്നെ അവളെ പേര് തന്നെ തോന്നുന്നു. പറ. അവരുടെ ലൈഫിൽ ഫസ്റ്റ് വന്ന കുഞ്ഞാണത്. അതിന് ശേഷമാണ് റിതപ്പൻ വന്നേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് അവര് ഒരമ്മ സ്ഥാനം അവര് നൽകിയതും ഒരു മകനായിട്ട് അവര് സ്വീകരിക്കുകയും ചെയ്തേക്കുന്ന ഈ കുട്ടീനെയാണ്. ഒരേ ഫ്രെയിമിൽ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് രണ്ട് അഭിപ്രായം പറയുന്നുണ്ട്. ഓക്കെ, രണ്ടുപേരുടെ പേഴ്സണൽ അഭിപ്രായം. ആദ്യം വന്ന മകൻ കിച്ചുവാണ്. കിച്ചുവിനാണ് അവരാദ്യമായിട്ട് മകനായിട്ട് കണ്ടത്. എന്ത് തേങ്ങയായിട്ട് കണ്ടു. 3 വർഷത്തോളം ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ ആ റൂമിന്റെ അകത്ത് കിടക്കുകയും അവന്റെ അപ്പനായ സുതി വരുന്ന സമയത്ത് മാത്രം എന്തെങ്കിലും തിന്നാൻ കൊടുക്കുകയും ചെയ്ത് ഒരു മെന്റൽ ട്രോമ, ഒരു കുട്ടിക്കാലത്ത് അനുഭവിക്കാൻ പാടില്ലാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നുപോയതിനെ പറ്റിയിട്ടാണ് നീ ഇരുന്ന് കൊണാന്നടിക്കുന്നത്. നാണോണ്ടാ എനിക്ക്? ആ കുടുംബം അടക്കം, ഈ തങ്കച്ചൻ അടക്കം, ആര് രേണുവിന്റെ അപ്പൻ അടക്കം ചെയ്ത് കൂട്ടിയിട്ടുള്ള ക്രൂരതകൾ ഞാൻ വേറൊരു വാക്കാണ് അവിടെ ഉപയോഗിക്കാൻ വന്നത്. പെട്ടെന്ന് ഞാൻ വിഴുങ്ങി. അപ്പൊ അത്രമാത്രം അവർക്കത് വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടി എന്താണ് അങ്ങനെ പറഞ്ഞെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നി എന്തോ ചുറ്റുപാടുമുള്ള ആരൊക്കെയോ കൂടിയിട്ട് ആ കുട്ടിക്ക് അതെ ചുറ്റുപാടുള്ളവർ ആരൊക്കെ കൂടിയിട്ട് കൈവശം കൊടുത്തു. എനിക്ക് പോയി പൊണ്ണി ചേച്ചി, ഞാൻ ഉള്ള കാര്യം പറയാമേ, വല്ലതും വിളിച്ചു പറയും. ചുറ്റുപാടുള്ളത് ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള കൊച്ചിലെത്ത കാര്യമാണ് പറഞ്ഞത്. അവൻ ഇപ്പൊ അനുഭവിക്കുന്നില്ല. ഇപ്പം അതിന്റെ ഒന്നിന്റെ ഇത് വേണ്ട, അവന്റെ കാര്യം നോക്കാൻ അറിയാം. ഇനി അവന്റെ കാര്യം നോക്കാൻ അറിയത്തില്ലെങ്കിൽ ഇനി അവന്റെ കാര്യം നോക്കണം. അതേ ഞാൻ പറയത്തുള്ളൂ. 10-20 വയസ്സ് കഴിഞ്ഞ് ഇനി അവന്റെ കാര്യമൊക്കെ അവൻ സ്വന്തമായിട്ട് നോക്കാനുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. മനസ്സിലായോ? അല്ലാണ്ട് അവന്റെ കുട്ടിക്കാലം അവൻ കൊച്ചിയിൽ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അവന്റെ അപ്പൻ മരിച്ച നാൾ മുതൽ അവന്റെ അപ്പൻ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടം മുതൽ അവൻ അനുഭവിച്ചിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ലഹരിക്കടിമയായ കാര്യങ്ങൾ അടക്കമാവും പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് നിനക്കൊക്കെ എന്ത് തേങ്ങ പറയാന്നുള്ളൂ? നിനക്കൊക്കെ വിവരമുണ്ട്? നീ ഇവിടെ നിനക്ക് ആരയച്ചു വിട്ടിരിക്കുന്നത് ഇങ്ങനെ മണ്ടത്തരം വിളിച്ച് പറയാനായിട്ട് കുറെ എണ്ണം? എന്തെങ്കിലും പൈസ കൊടുക്കാന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞു മാറ്റിയ ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൈസ എടുക്കാന്ന് പറഞ്ഞ് കിച്ചുവിനെ മറ്റേ വൈറ്റ് വാഷ് അടിച്ചെടുത്തെന്നാണ് ഇവളുമാര് പറയുന്നത്. നാണമുണ്ടോ നിനക്കൊക്കെ? കുട്ടിക്കാലത്ത് അവൻ അനുഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോ അവനെ നോക്കിയ രീതി, അവനെ ട്രീറ്റ് ചെയ്ത രീതി, ഇന്ന് രേണുവിന്റെ പൈസ ഉള്ളത് കൊണ്ടും അത് മാത്രമല്ല ഈ കിച്ചു വളർന്ന് വലുതായത് കൊണ്ടും ഇനി പഴയതുപോലെ പെരുമാറി ഇത്രയും റീച്ചിൽ നിൽക്കുന്ന സമയത്ത് പഴയതുപോലെ പെരുമാറി കഴിഞ്ഞാൽ നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു ഇമാതിരി അവനെ കൊണ്ട് ചേർത്ത് കിച്ചു മോനെ കുഞ്ഞു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിർത്തുന്നത്. ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നക്കാപിച്ച 10, 500, 300, 200 ഇട്ട് കൊടുത്തിട്ട് വലിയ വായ്ത്താളടിക്കില്ലേ? നിനക്ക് നാണം ഉണ്ടാ രേണു? നീ ആ കിച്ചു എന്ന് പറയുന്നവനെ നിന്റെ മകനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സ്ക്രീൻഷോട്ട് നീ ഇങ്ങനെ എടുത്തിട്ടിട്ട് അവൻ നിന്റെ കൂട്ടുകാരെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ താറടിക്കാനായിട്ട് ഒരിക്കലും ചെയ്യത്തില്ല. അയ്യോ ഞാൻ കിച്ചിന് ഇത്രയും പൈസ കൊടുത്തിരുന്നേ. നാണം ഉണ്ടാ നിനക്ക്? ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കാനായിട്ട്. നീ ഒരു അമ്മയാ? നീ അമ്മയല്ല. അവന്റെ അമ്മ അവനെ ഇട്ടിട്ട് പോയി. 2ാമത് വന്നതും വേണ്ട, 3ാമത് വന്നതും ഒന്നിനും അവനെ വേണ്ട. അവന്റെ അപ്പന് മാത്രം അവനെ വേണമായിരുന്നു. അതും ഇപ്പം ഇല്ല. അതാണ് അവന്റെ അവസ്ഥ. ഒറ്റപ്പെട്ട അവസ്ഥയാണ് അവന്റെ അവസ്ഥ. എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ട് വിളിച്ചു പറഞ്ഞ് നാട്ടുകാർ ഒരു മൈക്കെടുത്ത് വെച്ച് വിളിച്ചു പറയട്ടെ ഞാൻ കിച്ചുവിന് 500, 300, 200 ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന്. നക്കാപ്പിച്ചാൾ ഇട്ട് കൊടുത്തിട്ട് വലിയ വായ്ത്താളങ്ങൾ അടിക്കുന്നു. ആ വീട്ടിൽ കയറി കിടക്കുന്നതിന് അവന്റെ അവകാശപ്പെട്ട വീട്ടിൽ കയറി കിടക്കുന്നതിന് അവന് വാടക കൂടെ ആദ്യം പോയി. അതായത് ഞാൻ പറയത്തുള്ളൂ. നാണോ മാനമില്ലാതെ എല്ലാം കൂടി കയറി പെറ്റടിച്ച് തൂതി തിന്നു അതിൻ്റെ അകത്ത് കിടന്നിട്ട് അതിലെ ലാംഗ്വേജ് കൺട്രോൾ ചെയ്യണമെന്നെ. എങ്ങനെയാടാ മക്കളെ ഞാൻ ഇതൊക്കെ കണ്ടിട്ട് കൺട്രോൾ ചെയ്യും? എനിക്കുമില്ലേ ഒരു കൺട്രോൾ ഇല്ലായ്മ? ഇനി വേറൊരുത്തി ഉണ്ടല്ലോ ശ്രീതു, അതിലോട്ട് വരാം. അതിനു മുന്നേ രേണു പുതിയൊരു വീഡിയോ ആയിട്ട് പഴയ ഒരു വീഡിയോ എടുത്ത് ഇവളുടെ പ്രൊഫൈലിൽ ഇട്ടിട്ടുണ്ട്. അതായത് മോനെ കിച്ചു നീ എവിടെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് ജാങ്കോ സ്പേസിൽ ഇരുന്ന് വിളിക്കുന്ന ഒരു സാധനം ഇവൾ ഇപ്പൊ എടുത്തങ്ങ് ഇട്ടിരിക്കുകയാണ്. ഇത് കണ്ട് കുറെ പേര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്ത് ഇപ്പൊ കൊടുത്ത ഇന്റർവ്യൂ ആണ്. ഈ ഇന്റർവ്യൂവിന്റെ അകത്ത് കിച്ചുവിനെ ഇരുന്ന് ലൈവായിട്ട് രേണു വിളിക്കുന്നതായിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ സാധനം എടുത്തിട്ടിട്ടുണ്ട്. ഞാൻ ഇതൊന്നും കൊടുക്കാം. കിച്ചുവിനെ ലൈവായി വിളിച്ച് കിച്ചു രേണു സുധി ഓൾഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ട് കുറെ പേര് അതിന്റെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട്, തീയും പുകയൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ഇത് ഓൾഡ് വീഡിയോ ആണ്, ഓൾഡ് ഇന്റർവ്യൂ ആണ്. അത് മനസ്സിലാക്കണം. അല്ല കിച്ചു ഇപ്പം വിളിച്ച് ഉമ്മ കൊടുത്ത വീഡിയോ ഒന്നും അല്ല. ഇനി ഇവളുടെ സഖിയുണ്ട്, രേണുവിന്റെ സഖി. ഒരുത്തിക്ക് ഞാൻ ഇന്നലെ കൊടുത്തിട്ടുണ്ട്. ആർക്ക്? സജിനയ്ക്ക്. ഇനി അടുത്ത ഒക്കും കൂടി കൊടുത്താൽ എനിക്ക് സമാധാനം. ഭയങ്കര റെക്കമെൻഡേഷനാണ്. അതിലെ ശ്രീധുവിനുള്ള മറുപടി കൊടുക്കാൻ പറഞ്ഞു. തരാം. ഞാൻ തരാതെ എന്നും വിടത്തില്ല. എല്ലാവർക്കും ഉള്ളത് തന്നിട്ടേ വിടത്തുള്ളൂ. മണ്ടത്തരങ്ങൾ വിളിച്ച് പറയണത് ഇതിനൊക്കെ ഈ തലയ്ക്കകത്ത് തീട്ടം തിരികെ വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും മണ്ടികളായിട്ടുള്ള, ഇത്രയും വിവരമില്ലാത്ത ഇതൊക്കെ എവിടെടാ സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. പറഞ്ഞാൽ പോയിട്ടുണ്ടോ നീക്ക്? ഒരു കുട്ടിക്ക് പോട്ട്
അവന്റെ ഈ ഇപ്പൊ 10-20 വയസ്സായ സമയത്ത് അവന് കുറെ പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലായ നീ നിന്റെ മക്കൾക്ക് ഈ പറയുന്നവളുമാരടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. രേണുവിന്റെ മൂട് താങ്ങി വരുന്ന ഇവളുമാരടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് നിന്റെയൊക്കെ മക്കൾക്ക് നീയൊക്കെ സ്നേഹം കൊടുക്കാണ്ട് കുറെ പൈസ വാരി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയ. എനിക്ക് ഈ ചോദ്യത്തിനൊന്ന് ഉത്തരം തന്നു കഴിഞ്ഞാൽ കൊള്ളാം. അത് പോരാഞ്ഞിട്ട് മക്കൾക്ക് പൈസ വാരി കൊടുക്കുന്നത് അവർ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണെന്ന് പോലും ചോദിക്കുക. അത് വാരി കൊടുക്കൂ. എനിക്ക് അറിയാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. കഷ്ടം. അത് വിട്, പറ ചെയ്തു. ഓ അല്ലെങ്കിൽ പിന്നെ നിന്റെ വീഡിയോ എല്ലാം മറ്റേ റോക്കറ്റ് വിട്ടാനെ പറ്റിയിട്ടല്ലേ എന്ന് ഇതൊക്കെ തന്നല്ലേ പറ. കുറച്ച് കാര്യങ്ങളോട് എനിക്ക് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോ കാണാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണുക. ഞാൻ ഇന്നലത്തെ വീഡിയോ അത് ഓട്ടോമാറ്റിക്കലി എനിക്കത് ബ്ലോക്ക് ചെയ്തപ്പോൾ എന്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് മനസ്സിലായി. മണ്ടത്തരങ്ങൾ വിളിച്ചിറങ്ങി നാട്ടുകാരെ മൊത്തം ചീത്ത വിളിച്ചപ്പോ എടുത്ത് മുക്കി അങ്ങനെ പറഞ്ഞാൽ പോരെ. അതൊക്കെ നമുക്ക് മനസ്സിലാവും. അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരം ബോധം നമുക്കുണ്ട്. വന്നിരുന്ന് മെഴുകുക അങ്ങ് ഉളുപ്പുണ്ടേ. വീണ്ടും ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ നമുക്ക് കാണുക. ഞാൻ ഇന്ന് രാവിലെ ഡാനി സത്യന്റെ യൂട്യൂബ് ചാനൽ നോക്കിയപ്പോൾ അതിൽ കമന്റ് കാണാനായിട്ട് കമന്റ് വേറെ ആരുടെയും അല്ല, കിച്ചുവിന്റെ കമന്റ് ആണ്. അതായത് ഡാനി ഇട്ട ഒരു വീഡിയോക്ക് താഴെ കിച്ചു കമന്റ് ചെയ്തിരിക്കുകയാണ്. കമന്റ് ഇതാണ്: ഞാൻ അത് കണ്ടില്ലായിരുന്നു, എനിക്ക് ഇങ്ങനെ കുറെ കോൾസ് വന്നപ്പോഴാണ് അറിഞ്ഞേ, അത് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു മാറ്റിയിട്ടുണ്ടെന്നാണ് കിച്ചു പറയുന്നത്. അതായത് മറ്റൊന്നുമല്ല, ഈ കിച്ചുവിന്റെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ട് ക്യാഷ് വേണമെന്ന് പറഞ്ഞിരുന്ന സാധനം കിച്ചു അറിഞ്ഞില്ലായിരുന്നു. കിച്ചുവിന്റെ അറിവോടുകൂടി അല്ലായിരുന്നു അത് ചെയ്തത്. അതിനുശേഷം ആ പിൻ ചെയ്ത് വെച്ചിരുന്ന നമ്പറിൽ തന്നെ കുറെ ആളുകൾ കോൺടാക്ട് ചെയ്ത് കിച്ചുവിനോട് സംസാരിച്ചപ്പോൾ കിച്ചുവിന് മനസ്സിലായി. അത് വിളിച്ച് പറഞ്ഞു ആ ഒരു കമന്റ് ഡിലീറ്റ് ചെയ്തു എന്നാണ് കിച്ചു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയ ഒരേ ഒരു കാര്യം മാത്രമാണ്. വേറെ ഒന്നല്ല, കിച്ചുവിന് സ്നേഹം കിട്ടില്ല അല്ലെങ്കിൽ കിച്ചുവിന് അത് ചെയ്ത് ആ ഒരു സാധനം ഞാൻ എടുത്തില്ല. ഞാൻ ആ ഒരു വീഡിയോ അത് കിച്ചുവിന്റെ ലൈഫ് നീ അതൊന്നും എടുക്കത്തില്ല. നീ രേണുവിനെ മൂട് താങ്ങാനുള്ള ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് അപ്പൊ തന്നെ സ്പോട്ടിൽ എടുത്തോളാം. അല്ലാതെ കിച്ചുവിന് സ്നേഹം കിട്ടിയിട്ടില്ല. അവന്റെ കുട്ടിക്കാലത്ത് നിന്റെ മക്കൾക്കാണ്, അല്ലെ പോട്ട് നിന്റെ മക്കൾ വിട്, നിനക്കാണ് കുട്ടിക്കാലത്ത് സ്നേഹം കിട്ടാതെ ഇങ്ങനെ നിന്റെ മാതാപിതാക്കൾ നിന്നെ നോക്കിക്കഴിഞ്ഞാൽ നീ എങ്ങനെ നീ ഏതവസ്ഥയിലായിരിക്കും നിന്റെ മാനസികാവസ്ഥ? ചിന്തിക്കടേ. തലയ്ക്കകത്ത് ഇതെല്ലാം കൂടി തീട്ടം തിരികെ വെച്ചുകൊണ്ട് ഒരുമിച്ചിരിക്കണം എന്ന് തോന്നുന്നു. ഒരു സാധനമാണ് പറയുന്നത്. കിച്ചൻ ഓൾറെഡി രേണു ചിലർ ക്യാഷ് കൊടുക്കുന്നത് എനിക്ക് എല്ലാം നേരത്തെ അറിയാം. ഷൂട്ടിൽ പോയതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് കൊടുക്കുന്ന അറിയാം. അതിനുശേഷം കിച്ചുവിന്റെ ഈ അക്കൗണ്ട് വെച്ച് പിൻ ചെയ്ത് ക്യാഷ് വേണം അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ അക്കൗണ്ടിൽ ക്യാഷ് ഇടുക എന്ന് പറഞ്ഞതിനോടാണ് ഞാൻ റിയാക്ട് ചെയ്ത ആ ഒരു വീഡിയോ ഇട്ടത്. ഓക്കെ, അപ്പൊ കിച്ചിന്റെ അറിവോടുകൂടി അല്ല ആ ഒരു കമന്റ് പിൻ ചെയ്തു എന്ന് കിച്ചു പറയുമ്പോൾ എനിക്ക് ഞാൻ അത് ശരി ഓക്കെ, അത് അവന്റെ ഭാഗമാണ് ക്ലിയർ ചെയ്തെങ്കിലും കിച്ചു അപ്പൊ നീ ആദ്യം അവനെതിരെ അങ്ങനെ ഇട്ടല്ലേ, അവൻ അക്കൗണ്ട് വെച്ച് പിൻ ചെയ്തെന്ന്. ഇത്രയേ ഉള്ളൂ, നിനക്കൊക്കെ ഇത്രയും വിവരം ബോധമേ ഉള്ളൂ. മനസ്സിലായോ? ഞാനത് അന്വേഷിച്ചു. ഞാൻ നോക്കിയപ്പോ ഇതെന്താ ഇങ്ങനെ. ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോ അതങ്ങനെ അല്ല, പിന്നെ വിട്ട്. മനസ്സിലായോ? കിച്ചു അങ്ങനെ ചെയ്തിട്ടില്ല. അവന്റെ റൈറ്റ്സ് പോലും ഇല്ലാണ്ടാണ് അവനെ എടുത്ത് വെച്ച് അവന്റെ ആ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ട് നന്മവരം കളിക്കുന്നത് ചിലര്. ആരെന്ന് മനസ്സിലായില്ലേ? വീണ്ടും പറഞ്ഞ് ആ പേര് പറഞ്ഞ് എന്റെ ചാനലിനെ ഞാൻ തുലക്കാൻ ആഗ്രഹിക്കുന്നില്ല. അറിയാതെ എങ്ങനെയാണ് കിച്ചുവിന്റെ ബാങ്ക് അക്കൗണ്ട് വേറെ ഒരാളുടെ അക്കൗണ്ട് കയ്യിലോട്ട് ഷെയർ ആയി പോകുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കത് മനസ്സിലായില്ല എങ്ങനെയാണുള്ളത്. ചിലപ്പോൾ മേബി അവൻ അറിയാതായിരിക്കും പിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാര്യം ഞാൻ ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കേണ്ടത് എന്റെ വീഡിയോ താഴെ വന്ന 1-2 കമന്റ്സ് ആണ്. അതായത് ഞാൻ എന്റെ വീഡിയോ താഴെ വന്ന കമന്റ്സ് ആണ്. വീഡിയോ ഒന്ന് എടുക്കാൻ ശേഷം നമുക്ക് കമന്റ്സ് വായിച്ചെടുക്കുന്നത്. ശരി ഓക്കെ. അതായത് ഇന്നലത്തെ ഞാൻ എന്റെ വീഡിയോയിൽ ഒരിക്കലും ഞാൻ കിച്ചുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു കുഞ്ഞ് അനുഭവിച്ച കാര്യങ്ങൾ ശ്രീതു ഒരു അമ്മയുടെ ശ്രീതുവിന് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ശ്രീതു എന്റെ അമ്മയാണ് എന്നൊക്കെ വന്നിട്ട് കുറെ കമന്റ്സ് വരുന്നത്. ഞാൻ ഒരിക്കലും ഇന്നത്തെ വീഡിയോ ഞാൻ കിച്ചുവിനെ ഞാൻ കുറ്റം പറഞ്ഞില്ല, രേണുവിനെ സപ്പോർട്ട് ചെയ്തും പറഞ്ഞില്ല. ഞാൻ ആരെയും വെളുപ്പിക്കാൻ നോക്കിയിട്ടില്ല, ആരെയും കറപ്പിക്കാൻ നോക്കിയിട്ടില്ല. പിന്നെ നീ എന്നാ കീരത്തിന് എന്നാ തേങ്ങയ്ക്കാ വീഡിയോ എന്നാ എന്തോ മറ്റവള് വന്നിട്ട് പറയുന്നു കിച്ചുവിന് പൈസ അയച്ചു കൊടുത്തത് ആരെ നിന്റെ കൂട്ടുകാരി സജീന. ഇതൊക്കെ എവിടെ അറിയാതെ യൂണിവേഴ്സാണ് ആദ്യമൊക്കെ. ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തെന്ന് എന്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞു. നിങ്ങളുടെ അറിവിലോട്ട് ഞാൻ ആദ്യം ഒരു കാര്യം ഞാൻ ഇട്ട് തന്നതിന് ശേഷം എന്റെ ഈ ബാക്കി വീഡിയോട്ട് വരാം. ഞാൻ ഈ പറയുന്ന ആരുടെയും റിയാക്ഷൻ വീഡിയോസ് ഇപ്പൊ കാണാറില്ല. ഞാൻ നേരത്തെ കാണുമായിരുന്നു. അതിനുവേണ്ടി ഈ പറയുന്ന വീഡിയോസ് എടുത്ത് വെച്ച് തിരിച്ച് റിയാക്ഷൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അത് നിർത്തി. ഇപ്പൊ ഞാൻ എന്റെ ഓൺ കണ്ടന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ സാധനം മാത്രമേ റിയാക്ട് ചെയ്യാറുള്ളൂ. കാര്യമില്ലെന്ന് മനസ്സിലായി. കാരണം അണ്ണാക്കിൽ തിരിച്ച് കിട്ടിക്കൊണ്ടിരുന്നപ്പോ മതിയാക്കി. അതാണ് അത് പറഞ്ഞാ പോരെ. എന്റെ പൊന്നടാവേ. എടാ ഞാൻ സത്യം പറഞ്ഞ സീരിയസ്ലി സജിന ഇതിനെയൊക്കെ ഡ്രോപ്പ് ചെയ്തതാ, കണ്ടന്റേ ഡ്രോപ്പ് ചെയ്തതാ. പക്ഷെ ഈ വിട്ടിത്തനങ്ങൾ വെളിത്തനങ്ങൾ വന്നിട്ട് കാണിച്ചും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഇതിനൊക്കെ എടുത്ത് വെച്ച് മടിയിൽ വെച്ച് കൊഞ്ചണം. നീ റിയാക്ട് ഇങ്ങോട്ട് ചെയ്യാൻ വരണ്ട. നീ ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 അങ്ങോട്ട് പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നീ എന്തായാലും വിട്ടി തന്നെ വിളിച്ച് പറയത്തുള്ളൂ. അതുകൊണ്ട് കൺഫേമാ. നീയും അഖിൽമാരാർ തമ്മിൽ ഇപ്പൊ വ്യത്യാസമൊന്നുമില്ല, രണ്ടും വിട്ടികളാ. എവിടെയാണാവോ തെളിവ്? ഇപ്പൊ തെളിവ് സഹിതം വിടും. നമുക്കിനി നേരെ കമന്റ് സെക്ഷനിലോട്ട് പോകാം. എനിക്ക് എല്ലാ കമന്റിനും റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ തന്നെ കമന്റ്സ് നമുക്ക് റിപ്ലൈ ചെയ്ത് പോകാൻ വിചാരിച്ചത്. ഓക്കെ, പിന്നെ ആയിക്കോട്ടെ. ഇനി ഇവരുടെ വീഡിയോ ആരും കാണരുത്. അറ്റ് ദ സെയിം ടൈം കമന്റ് ഇടരുത്. ഇവർക്കും റെനാസിനെ പോലെ റീച്ച് വേണം. റീലിനെ കുറിച്ച് കുറ്റം പറഞ്ഞ് വീഡിയോ ഇട്ട് ചെയ്ത് കുറച്ച് റീച്ച് കിട്ടി. പിന്നെ ഇവൾ വീണ്ടും അലവലാടി. റെനാസിനെ
ഇവള് റീച്ചിന് വേണ്ടി തന്നെയാണ് ഇത്. ഇവള് തന്നെ തോന്നു പറഞ്ഞിട്ടുണ്ട്. എടാ എല്ലാവരും റീച്ചിന് വേണ്ടിയൊക്കെ തന്നെയാണ് വീഡിയോ ഇടുന്നത്, ഇല്ലെന്നല്ല. പക്ഷെ ഇവള് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഓഡിയൻസ് ഉണ്ടല്ലോ. അതായത് ഇപ്പം നമ്മളൊക്കെ രേണുവിനെതിരെ സംസാരിക്കുന്ന സമയത്ത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഓഡിയൻസ് ഉണ്ടല്ലോ. ആ ഓഡിയൻസിനെ പിടിച്ചിട്ട് മൂട് താങ്ങി നടന്ന് അതിനെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നവളാണ്. അതായത് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ കുറെ ആൾക്കാരൊന്ന് ചീത്ത വിളിക്കും. അങ്ങനത്തെയൊക്കെ കുറെ സംഭവത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഉദ്ദേശം മനസ്സിലാവില്ല. രേണുവിനെ ഇവള് സപ്പോർട്ട് ചെയ്യുന്നു, അപ്പോൾ രേണുവിന് എതിരായിട്ടുള്ള ആൾക്കാർ ഇവളെ പോയി ചീത്ത വിളിക്കുക, അങ്ങനെ ഇവർക്ക് റീച്ച് ആവുന്നു. ഈ ഒരു പാറ്റേൺ പിടിക്കാനായിട്ടാണ് ഇവളൊക്കെ വീഡിയോ ചെയ്യുന്നത്. ഇവള് തന്നെ ഇവളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ തോണ്ടി 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 ഞാൻ അവക്കെതിരെ പ്രതികരിച്ച് അവർക്ക് റീച്ച് നേടാൻ വേണ്ടിയിട്ടെന്ന് ഇവള് തന്നെ ഇവളുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അന്ന് എന്നെ ഞാൻ അത് മനസ്സിലാക്കി. അയ്യേ ഇത്രയേ ഉള്ളൂ. ഈ മറ്റേ തുറാത്തം തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ടം എന്ന് പറയുന്നത് പോലത്തെ ഒരു സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ റീച്ചിന് വേണ്ടി തന്നെയാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത്. പക്ഷെ എത്തിക്സ്, ക്വാളിറ്റി ഇതൊക്കെ കാണിക്കണം. ഇതൊന്നും ഇല്ലാണ്ട് വായിക്ക് തോന്നിയത് കോതയ്ക്കപ്പെട്ട് ആരെ എന്തും പറഞ്ഞ് ചുമ്മാ ഈ ഒരു നിലപാടുമില്ല, ഒരു എത്തിക്സും ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന ഇവളുമാരെ പോലുള്ളവരെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ ഉള്ള കാര്യം പറയാം. അപ്പൊ ചോദിക്കും, ഓ നിനക്ക് ഇവൾ അന്ന് തെറി വിളിച്ചതിനെ ചൊരിക്കായിരിക്കും. എനിക്ക് അതിന്റെ ചൊരിക്കൊന്നുമില്ല. അത് അവളെ ക്വാളിറ്റിയാണ് അവൾ കാണിച്ചിട്ടുള്ളത്. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് തിരിച്ച് വിളിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടൊന്നുമല്ല. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കത്തുമില്ല. അത് വിട്. നല്ല ഐഡിയ ആണല്ലോ. ഞാനൊരു കാര്യം പറയാം. ശ്രീതു എന്നല്ല, നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഏത് വ്യക്തി, നിങ്ങളിപ്പോ റിയാക്ഷൻ വീഡിയോയിലെ വേറെ ഏത് ചാനലിൽ ഒരു കുക്കിംഗ് ആയിക്കോട്ടെ, എന്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് റീച്ചിന് വേണ്ടി തന്നെയാണ്. മനസ്സിലായി? റീച്ചിന് വേണ്ടി തന്നെയാണ്. പക്ഷെ തന്തയില്ലായ്മ കാണിക്കാറില്ല. ഏത് മനസ്സിലായി കാണുമല്ലോ. എല്ലാവരും വീഡിയോ ഇടാം. അല്ലെ റീച്ചിനാണെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോ ഇടാൻ ആവശ്യമില്ലല്ലോ. ഞാനൊരു വീഡിയോ ഇടുമ്പോൾ അതിനെ റീച്ച് ആവണേ എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ വീഡിയോ ഇടുക. അതന്നെ എന്റെ ആഗ്രഹം. അതിൽ കള്ളം പറയുന്നത് എനിക്ക് ആവശ്യമില്ല. പിന്നെ ഈ പറയുന്ന രേണുവിനെ ആദ്യം നെഗറ്റീവ് പറഞ്ഞു. എന്റെ എല്ലാ മിക്ക വീഡിയോസ് ഞാൻ പറയുന്നതാണ്, നെഗറ്റീവ് പറയണമെന്ന് തോന്നിയാൽ ഞാൻ നെഗറ്റീവ് പറയും, പോസിറ്റീവ് പറയാം. ഓ ഇവള് നന്മ കൂടാ. ആര് മദർ തെരേസ. നെഗറ്റീവ് പറയണമെന്ന് തോന്നിയാൽ നെഗറ്റീവ് പറയും, പോസിറ്റീവ് പറയണമെന്ന് തോന്നിയാൽ പോസിറ്റീവ് പറയും. നീ തന്നെ പറഞ്ഞു, ഏത് എന്നെ ചൊറിഞ്ഞ് എന്നെ ചീത്ത വിളിച്ച് എന്നെ 10 ഇതുണ്ടാക്കി ഞാൻ വെച്ച് അങ്ങോട്ട് അടിച്ച് നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയെന്ന് നീ തന്നെ പറഞ്ഞു നിന്റെ മുന്നത്തെ വീഡിയോയിൽ. ആ നീയാണ് ഈ വന്നിരുന്നത് കൊണ. പോസിറ്റീവായിട്ട് പറയാൻ എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും രേണുവിനെ കുറ്റം മാത്രമേ കേൾക്കാൻ താല്പര്യമുള്ളൂ. അതുകൊണ്ട് ശ്രീതു, നീ രേണുവിനെ കുറ്റം മാത്രമേ പറയാവൂ എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണുള്ളത്? ഞാൻ മനസ്സിലാക്കുന്ന കുറച്ച് സത്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഇട്ട് തരുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല? എല്ലാവരും പെർഫെക്റ്റ് ആണ്. നിങ്ങൾ പെർഫെക്റ്റ് ആണ്. ഞങ്ങൾ എന്റെ ലൈവിൽ ഒന്നിട്ട് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ് ആയ ആരും അല്ലെങ്കിൽ തന്നെ ഈ രേണു എന്ന് പറയുന്ന ക്യാരക്ടർ ആയ രേണു, കിച്ചു, അവരുടെ ആ ഒരു ഫാമിലിയുടെ പബ്ലിക് ഇത്രയിട്ട് വലിച്ചു കയറുമ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ട് സൂഹിക്കാനോ കണ്ട് രസിക്കാനോ കണ്ട് വന്ന് കമന്റ്സ് ഇടാനോ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. എടാ ഞാനും ഇവിടെ ആരും പെർഫെക്റ്റ് ഒന്നുമില്ല. ഞാൻ കേട് കിട്ടവണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അമ്മാതിരി കേട് കിട്ടവൻ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു തന്തയില്ലായ്മ കാണിക്കത്തില്ല. അത് നാളെ ഞാൻ ഒരു കേട് കിട്ടവനായാലും ഒരു കുട്ടികളെടുത്ത് ഞാനിങ്ങനെ കാണിക്കത്തില്ല. കിച്ചു എന്ന് പറയുന്നവൻ അവന്റെ ചെറുപ്രായത്തിൽ അവൻ ഇത്തരം ഒരു മെന്റൽ ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി രേണുവിന്റെ ഫാമിലി തന്നെയാണ്. രേണുവിന്റെ ഫാമിലി. സുധി എന്ന് പറയുന്ന വ്യക്തി അവന്റെ മകനെ വീട്ടിലാക്കിയിട്ട് പ്രോഗ്രാമിന് പോകും. പിന്നെ ആ വീട്ടിലുള്ളതാരാ? രേണുവിന്റെ ഫാമിലിയുമാണ്. ഇവരെല്ലാവരുമാണ് ഈ കൊലത്തിലാക്കിയത്. അതുപോലെ കിച്ചു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണുവിന്റെ സഹോദരിയും ഭർത്താവും അടക്കം സുധി എന്ന് പറയുന്ന വ്യക്തി കൊണ്ടുവരുന്ന പൈസയ്ക്കാണ് പണിക്ക് പോലും പോകാതെ വീട്ടിൽ ഇരുന്ന് ഞണ്ണിയതെന്ന് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടി കിച്ചു പറയുന്നുണ്ട്. അപ്പൊ കുടുംബം മൊത്തവും അപ്പുറത്തുള്ള കുടുംബവും സുധിയെ ആശ്രയിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അവിടെ നിന്ന് വ്യക്തമാണ്. മനസ്സിലായേ സാറേ? അയ്യോ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. വെളുപ്പിക്കാൻ തന്നെ നെക്സ്റ്റ് ഇതിനിടയിൽ കിടന്ന് ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. അവരുടെ എല്ലാ ലക്ഷ്യം രേണുവിനെ എങ്ങനെയും താഴെ വലിച്ചെടുക്കുക എന്നുള്ളതാണ്. കറക്റ്റ്. അതിനുവേണ്ടി അവരുടെ കൂടെ എന്ത് കൃത്രിമ പണിക്ക് പോകാൻ റെഡിയായിട്ടാണ് അവരെ പുരുഷ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ രണ്ട് കമന്റ് എന്നെ കളിയാക്കിയും അധിക്ഷേപിച്ചും കൊണ്ട് വന്നിട്ടുള്ള കമന്റാണ്. ഇത് നന്നായിട്ട് അറിയാം. നിന്റെ നാട്ടുകാരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ട് മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിളിച്ചു പറഞ്ഞാൽ ഏത് മനുഷ്യൻ നിന്നെ സപ്പോർട്ട് ചെയ്യും? അത് നീരിക്കുന്നു പറഞ്ഞ ഡബിൾ സ്റ്റാൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് രണ്ട് കാര്യം ഞാൻ പറയാം. കറണ്ടും പോയ വീഡിയോ ചെയ്തപ്പോ ഡബിൾ സ്റ്റാൻഡ് സത്യമാണ്. സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നവരെ സപ്പോർട്ട് ചെയ്യും. സെയിം ഇരേണ്ട കാര്യങ്ങൾ തെറ്റാണ്. ഇത് തെറ്റല്ലേ? പബ്ലിക്കിലോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അത് ചെയ്യുന്ന തെറ്റാന്ന് പറയും. ഇതിൽ എന്ത് ഡബിൾ സ്റ്റാൻഡ് ആണ് ഉള്ളത്? നിങ്ങൾ പറയുന്നത് ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ രേണു എന്ത് തന്നെ ചെയ്താൽ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി ഞാൻ രേണു നെഗറ്റീവ് പറയണമെങ്കിൽ രേണു എന്ത് നല്ല ചെയ്താലും ഞാൻ അത് എന്റെ കണ്ണിൽ ഞാൻ കണ്ടില്ല എന്ന് നടിക്കണം. ഞാൻ രേണു നെഗറ്റീവ് പറയണമെന്നാണ് പറയുന്നത്. കേടന്നങ്ങ് കരയുക. ഇങ്ങനെ കരയാതെ ശ്രീതു. മോശം, നാണക്കേട്. ഇവിടെ വീഡിയോ ചെയ്തപ്പോ കറണ്ടും പോയി. കറണ്ടിനെ പിടിച്ചില്ല. നിങ്ങളുടെ ആഗ്രഹം ജസ്റ്റ് എന്റെ വീഡിയോ കണ്ടല്ലേ എന്റെ വീഡിയോ കാണുന്ന കമന്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം? രേണു ചെയ്യുന്ന തെറ്റുകൾ കണ്ടിട്ടും ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യണം. രേണു ചെയ്യുന്ന ശരികൾ ഞാൻ എന്റെ കണ്ണിൽ തെളിവ് സഹിതം കണ്ടിട്ടും ഞാൻ രേണുവിനെ കുറ്റപ്പെടുത്തണം. എന്റെ മനസാക്ഷിക്ക് ശരി എഴുതാണ്. നിന്റെ മനസാക്ഷി ഒന്ന് മാറ്റി നിർത്തേ. കൊണ മനസാക്ഷിയും കൊണ്ട് നടക്കുന്നു. അവിടെ ഞാൻ നിൽക്കും. അത് ഈ പറയുന്ന ഡബിൾ സ്റ്റാൻഡ്. പിന്നെ വേറെ എന്താണ്? ഏതൊരു വീഡിയോ ഞാൻ കേട്ടു ഞാൻ 2 വെള്ളത്തിലും കാല് ചവിട്ടിയിരിക്കുന്നു. 2
നീ 2-ലൊന്നുമല്ല 4-5 വെള്ളത്തിൽ നീ ചവിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ വെള്ളം എവിടെ കൂടി പോകുന്നു പോലും എനിക്കറിഞ്ഞൂടെ, സത്യം. എന്റെ മനസാക്ഷി എന്ന് പറയുന്ന വെള്ളത്തിൽ ഞാൻ കാല് ചവിട്ടിയിരിക്കുന്നു. ആരെയും വെളുപ്പിക്കാനും വരുന്നില്ല, ആരെയും കറുപ്പിക്കാനും വരുന്നില്ല. പക്ഷെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നിന്ന് ഒരാളെ അറ്റാക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്റെ വ്യക്തിത്വമല്ല, അത് നിങ്ങൾ ഡബിൾസ്റ്റാൻഡല്ല. 2 വെള്ളത്തിൽ 10 വെള്ളത്തിൽ എത്ര വെള്ളത്തിൽ കാല് ചവിട്ടി എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമാണ്. ഇതൊക്കെ ഒരു നോർമൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണ്. സ്ത്രീ എന്ന ഒരു മനുഷ്യന് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഇവിടെ ഈ നന്മക്കുടം വാരി എറിയുന്ന ഈ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ കൈയടിക്കാൻ ഒരു പട്ടിക്കുഞ്ഞൂല അവിടെ ഇല്ലെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. പോട്ടടി, കഴിവില്ലാത്തൊരു സമൂഹം അംഗീകരിക്കില്ല. തിരിച്ചറിയുക, ഒരു സത്യം തിരിച്ചറിയുക, അതിനുവേണ്ടി പ്രതികരിക്കാനുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ജീവിതം മുഴുവൻ അവരിങ്ങനെ കുറ്റം കേൾക്കണമെന്നാണോ? അല്ലെങ്കിൽ തന്നെയും ഈ പറയുന്ന അവരൊരു തെറ്റ് ചെയ്യൂ, അതിനുശേഷം അവരൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് നിങ്ങൾ ആരും അംഗീകരിക്കില്ലേ? എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല? എടേ, തെറ്റ് ചെയ്തിട്ട് നല്ലത് ചെയ്താൽ അംഗീകരിക്കൂല എന്ന് നീ ഒരു ചോദ്യം ചോദിക്കുന്നു. ഇവിടെ രേണു ചെയ്തിട്ടുള്ള പരിപാടി എന്താ? ഒരു കുട്ടിയുടെ കുട്ടിക്കാലം തൊലച്ച് നാറാണത്താക്കിയിട്ട് ആ കുടുംബം അടക്കം അവനെ ദ്രോഹിച്ച് ഒരു സെറ്റപ്പിലാക്കി വെച്ചു. അവന്റെ കുട്ടിക്കാലം ഒരു മെന്റൽ ട്രോമയിലോട്ട് കൊണ്ടുവിട്ടു. അതിനുശേഷം വന്നിട്ട് ഇപ്പം അവൻ വളർന്ന് വലുതായി 10-20 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇനി പിടിച്ചാൽ കയ്യിലിരിക്കില്ലെന്ന് പറഞ്ഞ് നക്കാപ്പിച്ച കുറച്ച് പൈസ ഇട്ട് കൊടുക്കുന്നതാണോ നീ പറയുന്ന തെറ്റ് തിരുത്തിയത്? കഷ്ടം. ഇപ്പം ലക്ഷങ്ങൾ അവളയിൽ ഉള്ളതുകൊണ്ട് അതിൽ നിന്നൊരു നക്കാപ്പിച്ച എന്റെ വലിജോലും ആവുന്നില്ലല്ലോ 10, 200, 300 എടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ. എന്നിട്ട് അവൻ അർഹതപ്പെട്ട വീട്ടിൽ കയറി തിന്നും ദൂരെയും കിടക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എനിക്ക് എന്താ പറയാനുണ്ട്? അവൻ ആ വീട്ടിൽ പോലും ഇല്ല. എങ്ങനെ വന്ന് കയറും? കുട്ടിക്കാലം മൊത്തം ഫ്ലോപ്പാക്കി കൊടുത്ത കുടുംബത്തിന്റെ ഇടയിൽ അവൻ വീണ്ടും വന്ന് താമസിക്കും. അവനെ അവിടെ ഏക ആശ്രയം, ഏക സന്തോഷം, സമാധാനം ഋതപ്പനായിരുന്നു. മനസ്സിലാക്കണം. അതുപോലെ ഞാൻ വേറെ 1-2 വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഋതപ്പൻ ആകെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കിച്ചുവിന്റെ അടുത്ത് മാത്രമാണ്. ഇവളടുത്ത് വരുമ്പോൾ അതിന് ഇവളെ അറിഞ്ഞു പോലും കൂടുതൽ തിരിഞ്ഞു പോലും നോക്കണില്ല. സീരിയസ്ലി തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കിച്ചുവിന്റെ കൂടെ ഇരിക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ആ കൊച്ചിരിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കല്ലെങ്കിൽ കിച്ചുവിന്റെ പല വീഡിയോസിലും കിച്ചുവിന്റെ കൂടെ വരുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ഋതപ്പനെ കാണാം. അവൻ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. പക്ഷേ ഇവളെ കൂടെ ഇരിക്കുമ്പോൾ ആ കൊച്ചിന് ഇവളെ അറിഞ്ഞു പോലും കൂടെ അതിന് ഫോണ് മതി. അത് ഫോണും കുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവളൊരു പാരന്റാ. സത്യം കറണ്ട് വന്നു. ഇവളൊരു പാരന്റാ. അതിന് ആ കുട്ടിയെ മൊത്തത്തിൽ തൊലച്ച് നാറാണതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവള്. ഒന്ന് മനസ്സിലാക്കണേ വേറെ ദോഷികളെ. പിള്ളേരെ വളർത്താൻ പറഞ്ഞൂടെ, എന്നിട്ട് വന്നിട്ട് ഗുണമാണെന്ന് അടിക്കുന്നു. കോപ്പിലെ സാധനങ്ങൾ റിംഗ് ലൈറ്റും എല്ലാം കോപ്പ്. ശരി, നിങ്ങൾ അംഗീകരിക്കണ്ട. അവർ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് കേട്ടിട്ട് സൈലന്റ് ആയിരിക്കാവും. തെളിവ് സൈലന്റ് ആണ് പറയുന്നത്. മനസ്സിലായി? തെളിവ് സൈലന്റ് വന്ന് പറയുന്നത് അല്ല ചുമ്മാ വായി തോന്നിയൊന്നും ഉണ്ടാക്കും. എന്ത് തെളിവാടി? ഈ പൈസ കൊടുത്തതാണ് തെളിവ്. ഒരു ഞാൻ പറയുന്നില്ല, നിനക്കൊക്കെ തലക്കകത്ത് തീട്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാനും ഇല്ല ഞാൻ. മതി, നീ നിർത്ത്, നിന്റെ പൊണയടി നിർത്ത്. എനിക്ക് കേൾക്കാൻ വയ്യ. കേട്ട് എനിക്ക് ഭ്രാന്താവും. ഞാനേ ഒന്നാതെ കയ്യിൽ നിന്ന് പോയിരിക്കുക. കലിപ്പോട് കലിപ്പായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ഇടയിൽ കൂടി നിന്റെ പൊണയും കൂടി കേൾക്കാൻ എനിക്ക് വയ്യ. മനസ്സിലായ? എന്തായാലും ഞാൻ പോകുന്നു. ഞാൻ പോയില്ലെങ്കിൽ എനിക്ക് ശരിയാവത്തില്ല. എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. ഈ കൂലിപ്പാട്ട റൗണ്ട്സിന്റെ വീഡിയോകളും കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം പോകത്തില്ല. ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെ സ്നേഹവും നിങ്ങളുടെ കരുണയുമാണ് ഞാൻ ഇന്നിവിടെ ഇരുന്ന് ഈ കൊണയടിക്കുന്നത്. എന്തായാലും എൻ്റെ കൊണയടി കൊള്ളാൻ്റെ എന്നൊക്കെ കൊള്ളുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഈ ലോകം കണ്ട നന്മവരോ നല്ലവനൊന്നും അല്ലടാ. സത്യം, സീരിയസ്ലി ഞാൻ അങ്ങനെയല്ല. പക്ഷെ എത്തിക്സ് അത് നമുക്ക് ഉണ്ടാവണം. എന്ത് തന്തയില്ലായ്മ കാണിച്ചു കഴിഞ്ഞാലും അതിനെ പിടിച്ചു നിർത്തിയിട്ട് സൂപ്പർ എന്ന് പറഞ്ഞ സപ്പോർട്ട് എന്നെ കിട്ടത്തില്ല. ഞാൻ എൻ്റെ ഇത് പറയുന്നതാണ് കേട്ടോ. സീരിയസ്ലി വളരെയധികം എന്തോ പുച്ഛോടാ എനിക്ക് തോന്നുന്നത്. ഇവളുമാരൊക്കെ എന്താ ഇങ്ങനെ ഇപ്പോഴും തലക്കകത്ത് ചാണകവും തീട്ടവും കൂടി ഒരുമിച്ച് കുത്തി നിറച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. സോ പതറ്റാറ്റിക് സിറ്റുവേഷൻ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താറുണ്ട്. പുതിയ വീഡിയോ ഇട്ടാണ്.